കള്ളു കുടിച്ചതിന്റെ പണം ചോദിച്ചതിനെ തുടർന്ന് ഷാപ്പ് മാനേജരെ മർദ്ദിക്കുകയും ഷാപ്പിൽ നാശനഷ്ടം വരുത്തുകയും ചെയ്ത കേസിൽ 2 യുവാക്കളെ വലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തു. അറസ്റ്റിലായവരിൽ ഒരാൾ നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയും അന്തിക്കാട് പോലീസ് സ്റ്റേഷനിലെ റൌഡിയുമാണ്. നാട്ടികയിലെ കള്ളുഷാപ്പിൽ കഴിഞ്ഞ ജൂലൈ 8 രാത്രിയോടെയായിരുന്നു സംഭവം. കള്ളും കറിയും കഴിച്ച ശേഷം പണം നൽകാതെ നിന്ന സംഘത്തോട് ഷാപ്പ് മാനേജർ രാജേഷ് കുടിശ്ശിക ചോദിച്ചതാണ് തർക്കത്തിന് വഴിവെച്ചത്. തുടർന്ന് നാട്ടിക സ്വദേശി മുഹമ്മദ് മിസ്ബാൻ സുഹൃത്തായ പെരിങ്ങോട്ടുകര സ്വദേശി ഗോകുൽ കൃഷ്ണയെ ഫോണിൽ വിളിച്ചു വരുത്തിയതായി പോലീസ് പറയുന്നു. ഇരുവരും ചേർന്ന് ഷാപ്പിലുണ്ടായിരുന്ന കള്ളുകുപ്പികളും ഗ്ലാസുകളും അടിച്ചു തകർത്തു. നാശനഷ്ടം വരുത്തിയെന്നും ഇത് തടയാൻ ശ്രമിച്ച ജീവനക്കാരനെ തള്ളിമാറ്റിയ ശേഷമാണ് മാനേജർ രാജേഷിനെ കഴുത്തിൽ കുത്തിപ്പിടിച്ച് മർദ്ദിച്ചതെന്നും പോലീസ് വ്യക്തമാക്കി. സംഭവത്തിൽ പെരിങ്ങോട്ടുകര തൈവളപ്പിൽ വീട്ടിൽ ഗോകുൽ കൃഷ്ണയെയും നാട്ടിക പുളിക്കൽ വീട്ടിൽ മുഹമ്മദ് മിസ്ബാനെയും വലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തു. അറസ്റ്റിലായ ഗോകുൽ കൃഷ്ണ അന്തിക്കാട് പോലീസ് സ്റ്റേഷനിലെ റൌഡിയാണെന്നും 2 വധശ്രമ കേസുകൾ ഉൾപ്പെടെ 5 ക്രിമിനൽ കേസുകളിലെ പ്രതിയാണെന്നും പോലീസ് അറിയിച്ചു. മുഹമ്മദ് മിസ്ബാൻ കഞ്ചാവ് ഉപയോഗം, വീട്ടിൽ അതിക്രമിച്ച് കയറി മോഷണം നടത്തിയ കേസുൾപ്പെടെ 2 കേസുകളിലെ പ്രതിയാണെന്നും പോലീസ് വ്യക്തമാക്കി. സബ് ഇൻസ്പെക്ടർ എബിൻ സിയനയുടെ നേതൃത്വത്തിൽ വലപ്പാട് പോലീസ് സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്ത് തുടർ നടപടികൾ സ്വീകരിച്ചത്. മീഡിയ ടൈം, തൃശൂർ.